നേരത്തെ പുറപ്പെടുവിച്ച സിംഗിൾ ബെഞ്ചിന്റെ വിധി നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ ഈ കേസ് ഒത്തുതീർപ്പായി കേസ് തീർപ്പ് കൽപ്പിച്ചു എന്ന രീതിയിൽ ഒരു വിധിന്യായം ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ 28-ാം തീയതി പുറപ്പെടുവിച്ചു. ആ വിധി യഥാർത്ഥത്തിൽ സ്പ്രിംഗ്ലർ കേസ് അപ്രസക്തമാണ്, അല്ലെങ്കിൽ അത് നിലനിൽക്കുന്നതല്ല എന്ന രീതിയിൽ അല്ല നിരീക്ഷിച്ചുകൊണ്ട് വിധി പുറപ്പെടുവിച്ചത്. ഈ പറയുന്ന കേസ് വളരെ വിവാദമായപ്പോൾ സിംഗിൾ ബെഞ്ചിന്റെ മുൻപിൽ തന്നെ ഈ കേസ് വിവാദമായി നിൽക്കുമ്പോൾ തന്നെ തന്ത്രപരമായി ബഹുമാനപ്പെട്ട പിണറായി ഗവൺമെന്റ് നേതൃത്വത്തിലുള്ള സർക്കാർ ഈ ഉടമ്പടിയിൽ നിന്ന് പിന്മാറി. അപ്പോൾ ഉടമ്പടിയിൽ നിന്ന് പിന്മാറി കഴിയുമ്പോൾ സ്വാഭാവികമായി പിന്നെ തുടർന്ന് ഇത് സംബന്ധിച്ചുള്ള നിരീക്ഷണങ്ങൾക്കോ വിധിക്കോ പ്രസക്തി ഇല്ലാതാകുന്നു എന്ന പശ്ചാത്തലത്തിലാണ് ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഈ കഴിഞ്ഞ 28-ാം തീയതി ഒരു വിധി പുറപ്പെടുവിച്ചു. ആ വിധിയെ സംബന്ധിച്ച് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയായ ശ്രീ M.E. ഗോവിന്ദൻ അത് വല്ലാതെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് കേസ് പരാജയപ്പെട്ടു എന്ന രീതിയിൽ ഒരു പ്രചാരണം അഴിച്ചുവിട്ടു. സ്വാഭാവികമായി അവരോടൊപ്പം നിൽക്കുന്നതായിട്ടുള്ള മാധ്യമങ്ങളും സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയ PR വർക്കിൽ പ്രാവീണ്യമുള്ള ഏജൻസികളും എല്ലാം ചേർന്നുകൊണ്ട് ശ്രീ രമേശ് ചെന്നിത്തല നൽകിയതായിട്ടുള്ള കേസ് തള്ളി എന്ന മട്ടിൽ വ്യാപകമായി പ്രചാരം അഴിച്ചുവിട്ടു. എന്നാൽ യഥാർത്ഥത്തിൽ കേസ് തള്ളിയതല്ല. ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല ഉന്നയിച്ച ആക്ഷേപങ്ങളെല്ലാം വസ്തുതാപരമായി ശരിയാണ്.